ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചയൂണിന് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്, കുറച്ച് അയിലയും കുറച്ച് നങ്കുമീനുമാണ്. പിന്നെ ഇതാ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്, മുരിങ്ങയില തോരൻ വെക്കണം. അപ്പോൾ ഇതാ മീനൊക്കെ വെട്ടി കഴുകി നന്നായി മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ പാനൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി ഓരോന്നായി പാനിലേക്ക് ഇടുകയാണ്. അപ്പോൾ മീൻ ഫ്രൈ ചെയ്തെടുക്കണം. അത് കുറച്ച് മീൻ ഫ്രൈ ചെയ്തെടുക്കും, പിന്നെ കുറച്ച് കറിയും വെക്കും, കുറച്ച് ചാറ് കറിയും വെക്കും, കുറച്ച് ഫ്രൈ ചെയ്തെടുക്കും. ഇപ്പം നങ്കുമീനാണ് ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ളത്. അതിപ്പോൾ എല്ലാം നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിപ്പം തീ ഓഫാക്കി നന്നായിട്ട് പൊരിഞ്ഞു വന്നു. ഇതാ ബാക്കിയുള്ള മീൻ ചാറ് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാ ചാറ് കറി നന്നായിട്ട് തിളച്ച് വന്നു. ഇനിയിപ്പോൾ അതാ മുരിങ്ങയില തോരൻ വെക്കണം. മുരിങ്ങയില കഴുകി വൃത്തിയാക്കി വെച്ചു. അത് ഞാൻ തോരനും വെച്ചു. ഞാൻ എന്താ കറിയൊക്കെ റെഡിയായി. ചോറെടുത്തു, ചോറും ഇപ്പോൾ എന്തൊക്കെ കറികളെന്ന് നോക്കാം. നേരത്തെ രാവിലെ തന്നെ കപ്പക്ക പുളിങ്കറി വെച്ചിട്ടുണ്ടായിരുന്നു, മോരുണ്ടായിരുന്നില്ല. അപ്പോൾ കപ്പക്ക പുളിങ്കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കപ്പക്ക പുളിങ്കറി എടുത്തു. പിന്നെ ഇനി ഇതിലേക്ക് പച്ചക്കായില്ലേ, അതാണ് വറവ്. നാടൻ പച്ചക്കായാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചക്കായും അതിൻ്റെ കൂടെ കുറച്ച് ചക്കക്കുരുവും കൂട്ടി രണ്ടും കൂടി ചേർത്ത് വറവാക്കിയതാണ്. അപ്പോൾ അതെടുത്തു. പിന്നെ കുറച്ച് മുരിങ്ങയില തോരൻ എടുത്തു. പിന്നെ മീൻ പൊരി എടുത്തിട്ടുണ്ട്. പിന്നെന്താ നമ്മൾ ചാറ് കറി എടുത്തിട്ടുണ്ട്, കുറച്ച് മീൻ കറി വെച്ചത്. ഇതിപ്പോൾ ചോറ് പ്ലേറ്റിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് തന്നു. ഇത്രയൊക്കെ ആയിക്കുമ്പോൾ ചോറ് പ്ലേറ്റ് നിറഞ്ഞുപോയി. ഇതാ കറി വേറൊരു പാത്രത്തിലും എടുത്തു. അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ.